സൗദി അറേബ്യയുടെ കെമിക്കൽ ഫാക്ടറി ഇറാൻ ആക്രമിച്ചു എന്ന തരത്തിൽ റിപ്പോർട്ട് പുറത്തു വന്നു. വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും തീപിടുത്തങ്ങളും ആ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുണ്ട്. ലോകത്തിൽ തന്നെ 4ാമത്തെ വ്യവസായ ഫാക്ടറിയാണ്, അല്ലെങ്കിൽ വ്യവസായ കെമിക്കൽ പ്ലാന്റ് ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ജുബൈലാണിത്. ഇൻഡസ്ട്രിയൽ സിറ്റി ആയിരിക്കുന്ന അല്ലെങ്കിൽ വ്യവസായ നഗരമായിരിക്കുന്ന ജുബൈലിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പെട്രോൾ കെമിക്കൽ പ്ലാന്റ് ആണ് ആക്രമിക്കപ്പെട്ടത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ഇതിൽ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ അല്ലെങ്കിൽ ആൾനാശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും നിലവിലെ സാഹചര്യത്തിൽ പുറത്തു വന്നിട്ടില്ല. ഇറാന് നേരെ അമേരിക്ക നടത്തിയിരിക്കുന്ന ആക്രമണത്തിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കും എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞതാണ്. അമേരിക്കക്കോ അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കോ ഇതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പായിരുന്നു ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി പറഞ്ഞത്. അത് കഴിഞ്ഞ് വല്ലാതൊന്നും വൈകുന്നതിന് മുൻപേ ആക്രമണം നടത്തി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ചൊവ്വാഴ്ചയാണ് ഇതിൻ്റെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്ന അവസാന സമയം. ഈ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് കരാറിൽ ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ സ്വതന്ത്ര പാതയാക്കിയിട്ട് ഹോർമുസ് കടലിനെ ഫ്രീ ആക്കി വിടുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ നാശങ്ങൾ, നരകം സൃഷ്ടിക്കുമെന്ന് ഒരു റിപ്പോർട്ടിൽ കാണുന്നു. 6ാം നൂറ്റാണ്ടിലേക്ക് മടങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് തങ്ങളാക്കുമെന്ന് പറയുന്നു. ശിലായുഗത്തിലേക്കാണ് അവസാനിപ്പിക്കുക എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് ഉദാഹരണ സഹിതമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ്റെ തലസ്ഥാനമായിരിക്കും തെഹ്റാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പം തന്നെ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാനും ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. അതായത് കണ്ണിന് കണ്ണ് എന്ന തരത്തിൽ തന്നെ സമയബന്ധിതമായ രീതിയിലുള്ള തിരിച്ചടി ഇറാൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും എന്നതിൻ്റെ മുന്നറിയിപ്പായിട്ടാണ് ഈ പറയപ്പെട്ട സൗദി അറേബ്യയിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള കെമിക്കൽ ഫാക്ടറി, പെട്രോൾ കെമിക്കൽ പ്ലാന്റ് ആക്രമിക്കപ്പെട്ടു. അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം ഉണ്ടായത് പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലെന്നും മിസൈൽ വളരെ കൃത്യതയോടുകൂടി പ്ലാന്റിൻ്റെ മധ്യേ പ്രവേശിക്കുകയും അവിടുന്ന് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. വലിയ രീതിയിലുള്ള തീപിടുത്തങ്ങളും കറുത്ത പുകകൾ ഏകദേശം 1/2 കിലോമീറ്റർ ഉയരത്തിൽ തന്നെ ഉയർന്നു പോകുന്ന രീതിയിലുള്ള ചിത്രങ്ങളും അതിൻ്റെ വീഡിയോ സഹിതമൊക്കെ പുറത്തെടുത്തിരിക്കുകയാണ്. UN സഭ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് വോട്ടെടുപ്പ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡെഡ് ലൈൻ എത്തിയിരിക്കുന്നു, ഡെഡ് ലൈൻ അല്ലെങ്കിൽ മറികടന്നിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നത്തെ രാത്രി, അത് ചൊവ്വാഴ്ച എന്ന് പറയുന്ന സമയത്ത് ഇന്നത്തെ രാത്രിയെ സംബന്ധിച്ചിടത്തോളം കഠിനമായിരിക്കുന്ന ശിക്ഷയ്ക്ക് വിധേയമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതും ഈ ഏകദേശം പുലർച്ചെ സമയം, ഇന്ത്യയുടെ സമയം പറയുന്ന സമയത്ത് 5:30 അതിൻ്റെ സമയം കണക്കാക്കുന്നത്. ആ സമയമാണ് അമേരിക്കയുടെ രാത്രി 12 മണി എന്ന് പറയുന്ന സമയത്ത് ഏകദേശം എത്തുക. അതോടുകൂടി തന്നെ പിന്നീട് വലിയ രീതിയിലുള്ള ആക്രമണം ഇറാന് നേരെ ഉണ്ടാകും. അത് അവർ പറയുന്നത് പാലങ്ങൾ, വൈദ്യുത നിലയങ്ങൾ, പവർ പ്ലാന്റുകൾ ഇതൊക്കെ ആക്രമിക്കപ്പെടും. പാലങ്ങൾ എന്നൊക്കെ പറയുന്ന സമയത്ത് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ ജീവിതോപാധിയുമായിട്ട് ബന്ധപ്പെട്ട മേഖല ആക്രമിക്കുക എന്നുള്ളത് അന്താരാഷ്ട്ര നിയമവ്യവസ്ഥയ്ക്കും യുദ്ധ നയ നിലപാടുകൾക്കും വിരുദ്ധമാണ്. അതാണിപ്പോൾ അമേരിക്ക സ്വീകരിക്കാറുള്ളത്. ഇത് സാധാരണഗതിയിൽ ഇസ്രായേൽ സ്വീകരിക്കുന്ന കാര്യം തന്നെയാണ്. സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടത്തുക, കുട്ടികൾക്ക് നേരെ ആക്രമണം നടത്തുക, മതസ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുക, അവർ താമസിക്കുക ടെൻറ്റുകൾ ആക്രമിക്കുക, ആശുപത്രി ആക്രമിക്കുക, അങ്ങനെ യുദ്ധവിരുദ്ധമായ രീതിയിൽ പ്രഖ്യാപിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി ചെയ്തു പോരുന്ന രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ. ഇപ്പോൾ അമേരിക്ക തന്നെ അതിൻ്റെ തുടർച്ചയായ രീതിയിൽ പറയും. അമേരിക്ക പാലം തകർത്തതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ ഇപ്പോഴും ഇറാൻ്റെ പാലം തകർത്തതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയാണ്. എന്താണ് പാലം അതൊരു ചരിത്ര സ്മാരകം കൂടിയാണ്. പേർഷ്യൻ സാമ്രാജ്യം എത്തുന്നതിന് മുൻപ് നിർമ്മിക്കപ്പെട്ട ഏകദേശം 1700ഓളം വർഷത്തെ പഴക്കങ്ങളൊക്കെ പറയുന്നുണ്ട്. അത്രയും കാലഘട്ടത്തിലെ പഴക്കം ഉള്ളതാണ് ആ പാലം എന്ന് പറയപ്പെടുന്നു. അതാണ് തകർക്കപ്പെട്ടത്. അത് അമേരിക്ക തകർത്തു എന്ന് മാത്രമല്ല, അതിന് വലിയ രീതിയിൽ തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഇനി നൽകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.
അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം ലോകം വളരെ ഭയത്തോടു കൂടി നോക്കുന്നതാണ് ഇന്നത്തെ രാത്രിയെ സംബന്ധിച്ചിടത്തോളം. കാര്യം ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞാൽ ഒരു മാനസിക തകരാറുള്ള ഒരു വ്യക്തിയെ പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത്. എന്തൊക്കെയാണ് അയാൾ പറയുന്നത് അയാൾക്ക് തന്നെ അറിയാത്തൊരു സ്ഥിതിയാണ്. അതിനനുസരിച്ച് വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും മരണങ്ങളും നാശങ്ങളും ലോകം അനുഭവിക്കുന്നു എന്നുള്ളതും സാമ്പത്തികപരമായ രീതിയിലെ പെട്രോളിയത്തിൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ വലിയ വില വർധനവ് പല രാജ്യങ്ങൾക്കും ഇപ്പോൾ അനുഭവിക്കുന്നു. അതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ഉത്തരവാദി അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് എന്നുകൂടി ഈ ഇറാനിൽ നിന്നൊക്കെ ഇറാനും യൂറോപ്യൻ രാജ്യങ്ങൾ പുറത്തിറങ്ങുന്ന പത്രങ്ങൾ പറയുന്നു. അനാവശ്യമായിരിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് ലോകത്തെ എടുത്തെറിയപ്പെട്ടു എന്നുള്ളതാണ്. മറ്റ് രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ലോകത്ത് അത് ബാധിക്കില്ല, പെട്രോളിയത്തെ ബാധിക്കില്ല, ഈ സാമ്പത്തിക മേഖലയെ ബാധിക്കില്ല. കാര്യം 5ാമത്തെ വർഷം യുദ്ധം ചെയ്യുന്നു റഷ്യയും ഉക്രൈനും. അത് ആഗോള വിപണിയെ സാരമായിട്ട് ബാധിക്കുന്ന വിഷയങ്ങളൊന്നും അതിലില്ല. 2 രാജ്യങ്ങളിലെ സൈനികർ തമ്മിൽ ഏറ്റുമുട്ടി. സുഡാനിൽ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് അവിടെ 2 സൈനിക വിഭാഗം തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ജനങ്ങൾക്ക് അവിടെ കാര്യമായിരിക്കുന്ന പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മൊത്തത്തിലൊരു ദരിദ്ര രാജ്യമാണ് സുഡാൻ എന്നതിനാൽ സാമ്പത്തികപരമായിരിക്കുന്ന പ്രശ്നങ്ങളും തൊഴിലില്ലായ്മയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ പല ആളുകളും രാജ്യം വിട്ട് പോയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതൊരു ദരിദ്ര രാജ്യമായതുകൊണ്ടാണ് എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് ഭയാനകരമായിരിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയാണ് അമേരിക്ക എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പരിണത ഫലങ്ങൾ മറ്റ് ലോകരാജ്യങ്ങൾ അനുഭവിക്കേണ്ടി വരും. തങ്ങളുടെ രാജ്യത്ത് ദാരിദ്ര്യമാണെങ്കിൽ അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്ത് പട്ടിണിയാണെങ്കിൽ ആ പട്ടിണി ലോകം മുഴുവനും അനുഭവിക്കണമെന്നുള്ളതാണ് കാര്യം. ഞങ്ങൾ സ്വതന്ത്ര റിപ്പബ്ലിക്കാണ്. ആ റിപ്പബ്ലിക്കിന് നേരെ അമേരിക്കയാണ് ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തെ പ്രതിരോധിക്കുന്ന പ്രവർത്തനമാണ് തങ്ങൾ ചെയ്യുന്നത്. ആയതിനാൽ തന്നെ ഈ കാര്യത്തിൻ്റെ 100% ഉത്തരവാദി അമേരിക്കയും ഇസ്രായേലുമാണ്. തങ്ങൾ നഷ്ടപരിഹാരം വേണം എന്ന് പോലും UN സഭയിൽ വെച്ച് ഔദ്യോഗികമായ രീതിയിൽ തന്നെ ഇറാൻ്റെ പ്രതിനിധി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആണ് അതിൻ്റെ ഒരു തരം നിൽക്കുന്നത്. മറ്റൊരു തലത്തിൽ ഈ ഇറാൻ്റെ സൈനികരുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ പ്രസിഡന്റ് മെസൂദ് പെഷഷ്കിയാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ പ്രാധാന്യമാണ്. 14 ദശലക്ഷം ജനങ്ങൾ രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോരടിക്കും. അവർ രംഗത്തിറങ്ങിയിരിക്കുന്നു. കൂടെ ഞാനും ഉണ്ടാവും. ഒരുമിച്ചാണ് ഞങ്ങൾ യുദ്ധം നയിക്കുക. ഞങ്ങൾ ഏതെങ്കിലും ഒളിത്താവളങ്ങളിൽ ഒളിച്ചിരിക്കുകയോ രാജ്യം വിട്ടു പോവുകയോ മറ്റേതെങ്കിലും പ്രവൃത്തിയോ ചെയ്യുന്നില്ല. ഞങ്ങൾ മരണം പ്രതീക്ഷിക്കുന്നവരാണ്, മരണം ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമുണ്ട്. പല ഘട്ടങ്ങളിലും അത് കാണാൻ വേണ്ടി സാധിച്ചതുമാണ്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒളിപ്പിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ട് തങ്ങൾ ചെയ്തിട്ടില്ല. അയത്തുള്ള അലി ഖമനയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾക്ക് നേരെ വലിയ രീതിയിൽ ആക്രമണം ഉണ്ടാവും. ഒരുപക്ഷെ അമേരിക്ക ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു സന്ദേശം അയച്ചിരുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്ത് വന്നിട്ട് സുഖ ചികിത്സ തേടാം, അല്ലെങ്കിൽ സുരക്ഷിതമായ രീതിയിൽ ഇവിടെ തന്നെ നിൽക്കാം. അപ്പോൾ അങ്ങനെ ആ സമയത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും എന്നും അഭയം നൽകാമെന്ന് വെച്ചാൽ രഹസ്യമായിരിക്കുന്ന അഭയമാണ് പറയപ്പെട്ടത്. അത് നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ സമയത്ത് ഖമനായി പറഞ്ഞത് ഞാൻ ജനിച്ച മണ്ണിലാണ് എനിക്ക് അന്തി ഉറങ്ങേണ്ടത്. ഇസ്രായേൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായിരിക്കുന്ന രാജ്യമാണ്. അമേരിക്കയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരുമായിട്ട് കൊമ്പ് കോർക്കുക അവർ വലിയ സംഭവമാണെന്ന് ലോകത്തിന് മുൻപ് വരുത്തി തീർക്കുക എന്നുള്ളത് തങ്ങളുടെ ആവശ്യമല്ല. പിന്നെ മരണത്തെ പേടിച്ചുകൊണ്ട് ഒരുപാട് കാലം ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലല്ലേ. തങ്ങൾക്കത് ആഗ്രഹമില്ല എന്നാണ് അതിന് മറുപടിയായിട്ട് റഷ്യയോട് ഇറാൻ്റെ അയത്തുള്ള അലി ഖമനയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. വലിയ വൈറലായിട്ട് ഇപ്പോൾ അതേക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ചുരുക്കം. അപ്പോൾ അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ വലിയ രീതിയിൽ പാലസ്തീൻ ഐക്യദാർഢ്യവുമായിട്ട് വലിയൊരു പ്രകടനം ഇറാൻ തലസ്ഥാനമായിരിക്കും തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നതിൻ്റെ മുൻഭാഗത്ത് തന്നെ ഇറാൻ്റെ പ്രസിഡന്റ് മെസൂദ് പെഷഷ്കിയാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല. കാര്യം അവർ പേടിക്കുന്നില്ല, ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഇത്രയും ആളുകൾ ലക്ഷക്കണക്കിന് ഈ ഇറാനികൾക്ക് ജീവിക്കാനുള്ള സ്വതന്ത്രമായിരിക്കുന്ന പാത അല്ലെങ്കിൽ സ്വതന്ത്രമായിരിക്കുന്ന ഭൂമിക തന്നെയാണ് ഇറാൻ. അവരവിടെ ജീവിക്കട്ടെ, അതിൽ മറ്റൊരു രാജ്യം ഇടപെടേണ്ട കാര്യമില്ല. എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ പരിഹരിക്കുക എന്നല്ലാതെ തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമിച്ചതിന് തങ്ങൾ ഒരിക്കലും മാപ്പ് നൽകുകയില്ല എന്നുകൂടി ഇറാൻ പറയുന്നു. അപ്പോൾ ഈ അമേരിക്കയുടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ വിമർശനമൊന്നും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ കാര്യമാക്കുന്നില്ല. ഇറാൻ അവരുടെ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ടോ സുരക്ഷിതത്വമായിട്ട് ബന്ധപ്പെട്ടോ അതോടൊപ്പം തന്നെ അവരെ ആക്രമിക്കുന്ന വിഭാഗങ്ങൾ ഏതാണോ അവർക്ക് നേരെ തിരിച്ചടി നടത്താനും കൂടി ഒരുങ്ങിയിട്ടാണ് ഇപ്പോഴത്തെ നിലവിലെ ഇറാൻ്റെ രാഷ്ട്രീയ അവസ്ഥാ സാഹചര്യങ്ങൾ നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.